ഒരുങ്ങാണോളോ, ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണാവോ? വീട്ടിലിരിക്കുമ്പോഴും ഒരുക്കം തന്നെ ഏതു നേരം നോക്കിയാലും ഒരുക്കം. ഇന്നത്തെ അത്ര മാത്രം ഒരുങ്ങാനെന്ന് ആർക്കറിയാം? ഒരുങ്ങിയിട്ടും വല്ല കോലമുണ്ടോ? അതും ഇല്ല. ഒരു നല്ലൊരു പൊന്നുംകുടം പോലത്തെ ഒരു കുട്ടിയായിരുന്നു, അതിനെയും കൊണ്ട് കളഞ്ഞു. അത് എങ്ങനെയോ പോയി. അത് കഴിഞ്ഞ് രണ്ടാമതൊരെണ്ണത്തിനെ കെട്ടിയെടുത്ത് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ കാണാനൊരു കോലമില്ല. ഒരു വർക്കത്തില്ലാത്തൊരു സാധനത്തിനെ കിട്ടി. ഇവിടുന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് മാറോ ഇല്ല. മോനൊക്കെ ഈ ഇതൊക്കെ കാണാൻ പോകുമ്പോൾ അവൻ്റെ കണ്ണൊക്കെ ഏത് ഇതായിരുന്നു ആർക്കറിയാം? അപ്പം നോക്കിയാൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് ഒരുങ്ങിക്കോളും. എത്ര പൈസ എൻ്റെ മോന് വേണ്ടി ചിലവാകുന്നത്! മേക്കപ്പിന് സാധനങ്ങൾ, തുണി വാങ്ങിക്കല്, എന്തൊക്കെ സാധനങ്ങളാണ് എൻ്റെ മോൻ ഇങ്ങനെ വാങ്ങിക്കൊടുക്കണത്. അത് മുഴുവനും കൊണ്ടുപോയിട്ട് ഓള് കടയിലൊക്കെ കൊണ്ട് ചിലവാക്കും. ഇപ്പം വീട്ടിൽ കൊണ്ടുപോകണ്ടോന്ന് ആർക്കറിയാം? അവിടെ തന്തയും തള്ളിയത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതെന്താ ഇവിടുന്ന് എന്താ വാരിക്കൊണ്ട് പോകണേന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു സാധനം കാണാനില്ല ഇവിടെ. ഞാൻ ഇന്നാളൊരു പുതിയ ഒരു ഇത് വാങ്ങിയിട്ട് അതും കാണാനില്ല. ഒന്നും കാണാനില്ല ഇവിടെ. പാത്രവും ഇല്ല, ഒന്നുമില്ല. എല്ലാം ഇത് എങ്ങോട്ടാ വാരിക്കെട്ടി കൊണ്ടുപോകണമെന്ന് ആർക്കറിയാം? അല്ലാത്തൊരു ഗതികേടായിപ്പോയി എൻ്റെ പടച്ചോനെ. കാണാനൊരു കോലമില്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് മാറൂല. എന്തിനാ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി പോകണമെന്ന് ആർക്കറിയാം? പോകാനാണ്? ആരെ കാണിക്കാനാ? ഒരു പൊന്നുംകുടം പോലത്തെ കൊച്ചിനെയും കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരുത്തിനെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഇവൾ എന്തിനാ ഒരുങ്ങിക്കെട്ടി പോണതെന്ന് ആർക്കറിയാം? ആരെ കാണിക്കാനാന്ന് ആർക്കറിയാം? ഉള്ള ചെറുപ്പക്കാർ മുഴുവനും അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ വന്ന് ഏന്തി നോക്കണ്ട്. ഇനി അതെന്തേലും ആണോന്ന് അതും അറിയില്ല. ഒരു കുട്ടിയാണോ? അതും ഇല്ല. എൻ്റെ മോൻ്റെ ഒരു ഗതികേടെന്നല്ലാതെ എന്ത് പറയാനാണ്? ആ ചെക്കൻ ഗതി കെട്ടു. ഇങ്ങനെ ഒരെണ്ണത്തിനെ കെട്ടി വലിച്ചു കൊണ്ടുവന്നിട്ട്. ഓക്കതിന് കുട്ടിയും മട്ടിയൊന്നും വേണമെന്നുണ്ടാവൂല. അവൾക്ക് ഇങ്ങനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നോക്കി നടക്കണ്ടേ? അപ്പോൾ കാമുകന്മാരെ ഇങ്ങനെ നോക്കി നടക്കാൻ കഴിയില്ലല്ലോ. എന്തൊക്കെ ഇവിടെ ഈ വീട്ടിലേക്കൊരു ചെക്കന്മാർ തിരിഞ്ഞു നോക്കാത്ത. ഇവള് വന്നതിന് ശേഷമാണ് നാട്ടിലുള്ള ചെക്കന്മാർ മുഴുവനും അതിൻ്റെ ചുറ്റും ഇങ്ങനെ വന്ന് പാളി നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പോണ്. കണ്ണും കൈയും കാലും കാണിച്ച് എന്തൊക്കെയാണോ അവള് കാണിക്കുന്നതെന്ന് ആർക്കറിയാം? വീടിനകത്ത് ഒരിക്കലും ഉണ്ടാവൂല. ഉമ്മർത്ത് പോയിട്ടും അവിടെ അപ്പുറത്ത് പോയിട്ടും ഇപ്പുറത്ത് പോയിട്ടും അങ്ങോട്ട് പാളി നോക്കിയിട്ടും ഇങ്ങോട്ട് പാളി നോക്കിയിട്ടും. എൻ്റെ ദൈവമേ, എന്തൊരു ജന്മം ഇതെന്ന് ആരോടാ ചോദിക്കുന്നത്? എൻ്റെ പൊന്നും പടച്ചോനെ, ഞാൻ ഇങ്ങനത്തെ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ തന്നെയാണെന്നാ തോന്നുന്നത്. അതിനകത്തൊന്നും പോരലുണ്ടാവൂല. ഉള്ള ജനൽ മുഴുവൻ അങ്ങോട്ട് തുറന്നത്. എന്നിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങനെ നടക്കുക ചെയ്യാം. ചോറും വെക്കണ്ട, കറിയും വെക്കണ്ട, ഇവിടെ ഇങ്ങോട്ട് നോക്കുകയോ വേണ്ട, ഒന്നും വേണ്ട. പോയി കിട്ടിയാ മതി. അതും പോകൂല. സുഖമാണല്ലോ. എന്റെ മോൻ കഷ്ടപ്പെട്ടു എന്നല്ലാതെ വേറെന്താ? ഇല്ലാത്തൊരു ജാതി. ഉമ്മ ഉണ്ടായിരിക്കേ. ഉമ്മ ഉണ്ടായിരുന്നാ മതിയല്ല. എന്താണ് ഇവിടെ? എന്താ പ്രശ്നം ഉണ്ടത്? അറിയില്ല. ഞാൻ ഡോറ് ക്ലോസ് ചെയ്തിട്ട് വരാം. പറയെന്താണ് ഇവിടെ? രണ്ടാളല്ലേ ഉള്ളൂ, ഈ ഉമ്മയും മാത്രല്ലേ ഉള്ളൂ, രണ്ട് പെണ്ണുങ്ങളുള്ളടത്ത് എന്തത്ര വലിയ പ്രശ്നം? എന്തിനാണ് കങ്ങളിനെ കല്യാണം കഴിച്ചത്? അങ്ങോട്ട് റോട്ടിലേക്ക് കേൾക്കുന്നുണ്ട് ഉമ്മാന്റെ ഇനി ഞാനൊന്നും പണ്ടും കാട്ടിട്ടൊന്നുമില്ല. ഞാനൊന്ന് കണ്ണാടി നോക്കി കണ്ണെഴുതിയാനായി ഉണ്ടാക്കിയപ്പോഴോ ഈ രണ്ട് കൈയും കൂട്ടിമുട്ടിയാലല്ലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. ഇനി ഞാനൊന്നും പറയാറില്ല ഉമ്മാനോട്. ഉമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നും പറയാതെ ഉമ്മ ഞാൻ ഒന്നും പണ്ടില്ലേക്കായി. എന്താണ് ഇപ്പൊ ഞാൻ പറയത്? ഞാനൊന്നും ചെയ്തിട്ടില്ലേക്ക. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാനൊന്ന് കൂട്ടിയിരുന്നു. അതാണ് ഇപ്പൊ ഇന്നത്തെ വിഷയം. നമുക്ക് എന്തെങ്കിലും ചെറിയ കാരണം മതി എന്നോട് ചൂടാവാൻ. കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട് ഉമ്മ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? അടച്ചോനാണ് സത്യം. ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറയും. ഞാൻ ഇല്ലാത്ത നേരത്തെ എന്തെങ്കിലും ഞാനൊന്നും പറയാറില്ല. ഈ മകന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആദ്യത്തെ പെണ്ണിന്റെ അത്രയൊന്നും ഭംഗിയില്ല, അവള് ചെയ്യലില്ല, അങ്ങനെ ഇങ്ങനെ കൊണ്ടുമ്പോ 100 പ്രശ്നം. എനിക്ക് വയ്യ ഇവിടെ നിൽക്ക. ഞാൻ പൊക്കോളാം. ഞാൻ ഒരു പരാതിയും പറയും. ഞാൻ എന്റെ പേരേക്ക് പോക്കും. എന്നിട്ട് പേരെ പോയിട്ട് ഞാൻ പൊക്കോളാം. എനിക്ക് വയ്യ. പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആള് എന്റെ പേരേല് പോയിക്കുക? പറയേ. അതോ സ്ഥിരമായിട്ട് അവിടെ എന്നെ ഒഴിവാക്കി പോവാന്നാ പറയണ? അങ്ങനെ ഞാൻ പിന്നെ എന്താ ചെയ്യാ? അപ്പൊ എനിക്ക് എന്നെ ഒഴിവാക്കാൻ പറ്റുന്നാണ് ഈ പറയണത്? അങ്ങനെ ഞാൻ പറഞ്ഞ അതല്ല. പിന്നെ ഈ എന്റെ പേരയിലേക്ക് പോയിക്കോളാ പറഞ്ഞ പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ? അപ്പോൾ ഉമ്മ അവിടെ ഉണ്ടാവില്ലേ?
ഉമ്മാനെ പേടിച്ചിട്ട് അങ്ങനെ എലീനെ പേടിച്ച് എല്ലാം ചുട്ടുന്ന പണ്ട് നാട്ടുകാർ പറയുന്ന ഒരു ഇതുണ്ട്. അതുപോലെ ഇത് അതിന് ഞങ്ങളെ ഉമ്മാനോടൊന്നും പറയാറില്ല. നിങ്ങളമ്മ കൊറേ അങ്ങോട്ട് പറയും, ഞാൻ തിരിച്ചു. അല്ല, ഉമ്മാക്ക് പൊതുവെ ഒരു മുൻകോപം ദേഷ്യമൊക്കെ ഉള്ള ഒരാളെന്നെയാണ്. എനിക്കൊന്ന് അറിഞ്ഞു നിന്നാ മതി. അതിനെ അറിഞ്ഞു നിക്കാനും അറിയാണ്ട് നിക്കാനും ഞാൻ എന്തേലും പറഞ്ഞാലല്ലേ. ഞാൻ ഒന്നും പറയാറില്ല, എന്തൊക്കെയോ പറയും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ 2 വർത്താനം വേണമെങ്കിൽ പോയിട്ട് പറഞ്ഞു. ഉമ്മയാണെന്നൊക്കെ പിന്നീട് നോക്കാം. കുടുംബത്ത് സമാധാനം വേണ്ടത്. ഞാൻ എന്തേലും പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സമാധാനം പോളൂ. ഞാൻ അതിനൊന്നും പറയണില്ലല്ലോ. ഉമ്മച്ചി എന്താ മനസ്സമാധാനം പോണത് ഈ പറയണ അതല്ല വിഷയം. പുറത്തേക്ക് നാട്ടുകാർ കേൾക്കുന്നുണ്ട് ഉമ്മാന്റെ വർത്താനം. ഞാനിപ്പോ ആ മുറ്റത്ത് ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് പതുക്കെ നടന്നു വരുന്ന മൊത്തം ഞാൻ കേൾക്കുമായിരുന്നു. അറിയോ? ഇത് ഈ ചുറ്റുപുറത്തുള്ളവരൊക്കെ അറിഞ്ഞ അവിടുത്തെ എന്താ അവസ്ഥ? ഒരു ഉമ്മയും മരുവളുമാണ്. പിന്നെ ഞാൻ അവിടെ ഉള്ളത്. ഒരു കുട്ടികളെ ഒന്നുമില്ല. ഇവിടെ എന്ത് കുഴപ്പമാണുള്ളത്? എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കേണ്ടത്? ഉമ്മാക്ക് പറ്റാഞ്ഞിട്ട് നിങ്ങളിന്നെ കെട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. അത് അങ്ങനെ ആരാ ഞാൻ പറഞ്ഞതിനോട്? ഉമ്മ പറയുന്നുണ്ട്. ഉമ്മ അവിടെ പറഞ്ഞോട്ടെ, ഉമ്മ പറയണതാ ഞാൻ പറയണല്ലേ. പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതും പറഞ്ഞിട്ടിറക്കാൻ അടുത്ത പ്രശ്നം. അങ്ങനെ അതും പറയുകയാണെങ്കിൽ വരട്ടെ. ഇതിപ്പോ നമ്മള് ഉമ്മാനെയും സ്നേഹിക്കണം, അന്യം സ്നേഹിക്കണം. 2 ആളെയും സ്നേഹിച്ചാലും ഇതന്നെ ഈ മനസമാധാനം എന്ന് പറയുന്ന സാധനം കിട്ടണില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യണത്? ചായ വേണമെന്നല്ല, ഈ ഏട് മാറ്റല്ലേ. ഞാൻ പോയിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് വരാം. ഈ അള്ളാനെ വിചാരിച്ചിട്ട് ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഉമ്മയായാലും ആരായാലും പറയേണ്ട കാര്യം പറയണ്ടേ? ഒരു പരാതിയില്ല, ഞാൻ കരഞ്ഞിട്ടില്ല. ഇതെന്നും ഇങ്ങനെ തന്നെ. ഇല്ല, എനിക്കൊരു പരാതി ഇല്ല. പൊന്നെ ഒന്നും ഉണ്ടായിരിക്കണ്ട. ഒരു ചായ വേണ? എന്താ ചെല്ല്. വല്ലാത്തൊരു ഇടങ്ങറ്. എന്താ അവസ്ഥ വെച്ച് നോക്കുക. എപ്പോ നോക്കിയാലും മനസമാധാനക്കേട്. ഈ അവനാന്റെ കുടുംബത്തെ ഈ ജാതിയിലുള്ള വർത്താനങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ദാരിദ്ര്യം അതൊക്കെ കേറി വരിക. അതൊന്നും ഈ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവൂല. ഉമ്മയായാലും ഭാര്യ ആയാലും ഒക്കെ കണക്ക് തന്നെ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും.